ഹായ്. നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ സന്തോഷത്തിൻ്റെ എല്ലാം തുടക്കം നമ്മുടെ രാവിലെയുള്ള എഴുന്നേൽപ്പിൽ നിന്നാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ സന്തോഷത്തോടെയാണെങ്കിൽ മിക്കവാറും അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ആ സന്തോഷത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ സന്തോഷമായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾക്ക് ലഭിച്ച നല്ല 10 കാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ പറയുന്നത്. ആ ഒരു ദൈവിക സാന്നിധ്യത്തോടെ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് സന്തോഷത്തോടെയാണെങ്കിൽ മാത്രമേ ആ സന്തോഷത്തിൽ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റൂ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് സന്തോഷകരമാവണമെങ്കിൽ നമ്മൾ തലേ ദിവസം ഉറങ്ങുന്നതും സന്തോഷത്തോടെ ആവണം. പലപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ചിന്തകളിൽ കൂടുതൽ നിൽക്കുന്നത് സന്തോഷപരമായ കാര്യങ്ങളായിരിക്കണം. പക്ഷേ നമ്മൾ ഉറങ്ങാൻ നേരത്ത് ചിന്തിക്കുന്നത് നമുക്ക് ദുഃഖകരവും നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളാണെങ്കിൽ അതേ ഫീലിംഗ് ആയിരിക്കുള്ളൂ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിട്ടുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് രാവിലെയും കിട്ടുന്നുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു രാവിലത്തെ വേക്കപ്പ് ടൈമിലെ എനർജിയെ നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള ഇമോഷനുകളും ചിന്തകളും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് വളരെയധികം സഹായിക്കും. കാരണം ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്നത്, അന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ കൃതജ്ഞതയോടെ സ്മരിക്കേണ്ട ഏറ്റവും മികച്ച കാര്യം അതിൽ കണ്ടെത്തുക. എന്നിട്ട് ആ ഒരു നല്ല കാര്യത്തിന് ഹൃദയത്തിൽ നിന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും നമ്മളുടെ മനസ്സ് നമ്മളുടെ ഇപ്പോഴത്തെ സെറ്റിംഗ് അനുസരിച്ച് നല്ല കാര്യങ്ങളെക്കാൾ നമ്മൾക്ക് അന്ന് ലഭിച്ച മോശം കാര്യങ്ങളെയാണ് കൂടുതൽ ട്രിഗർ ചെയ്യാൻ ചാൻസ്. അപ്പോൾ ആ മോശം കാര്യത്തെ ആലോചിച്ചായിരിക്കും നമ്മൾ പലപ്പോഴും ഉറങ്ങേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രലായിട്ടായിരിക്കും ഉറങ്ങുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ അന്ന് ലഭിച്ച ഓരോ നല്ല ചെറിയ കാര്യങ്ങളെയും ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ദൈവം തന്ന ഓരോ കാര്യങ്ങൾക്കും പരാതി പറയുന്നതിന് പകരം നന്ദി പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ ലൈഫ് മാറുന്നത്. അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഈ പ്രോസസ്സിലൂടെ ഓർത്തെടുക്കുന്നതിനും അതിന് നന്ദി പറയുന്നതിനുമുള്ള ഒരു അവസരമാണ് ശരിക്കും ഇവിടെ കിട്ടുന്നത്. ശരിക്കും ആ ഡിവൈനിറ്റി ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുമായി നമുക്കൊരു അലൈൻമെൻറ്റിൽ അല്ലെങ്കിൽ അതുമായി ഒരു കണക്ഷനിൽ വരാനുള്ള ഏറ്റവും നല്ലൊരു പ്രോസസ്സ് കൂടിയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ശക്തി നമുക്ക് തന്ന ഓരോ നല്ല കാര്യങ്ങളും അത് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അന്ന് ലഭിച്ച നല്ലൊരു ഭക്ഷണമാവാം, നമുക്കൊരു സ്മൂത്ത് ആൻഡ് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാവാം. അങ്ങനെ ഓരോരോ നിരവധി കാര്യങ്ങൾ കിച്ചണിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാവാം. നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും നമ്മളെ സഹായിച്ച അനവധി കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനെല്ലാം ഓർത്തെടുത്ത് അതിനകത്ത് നമുക്ക് അന്ന് ലഭിച്ച ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണോ അതിന് നമ്മൾ നന്ദി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ മാറി തുടങ്ങുകയാണ്. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ വൈബ്രേഷൻ ദുഃഖത്തിൽ നിന്ന് ആ സന്തോഷത്തിലേക്ക് മാറുകയാണ്. ആ സന്തോഷത്തോടെ നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് നമ്മുടെ രാവിലെയും ഈ ഇമ്പാക്റ്റ് കിട്ടും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇതിൻ്റെ ഉണർവോടെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം ആരംഭിക്കുന്നതും, അതായത് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൃതജ്ഞതയിലൂടെ ആയിരിക്കും. കാരണം ആ ദൈവീക ശക്തിക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും ദിവസം ആരംഭിക്കുന്നതും നമ്മൾ ദിവസം അവസാനിപ്പിക്കുന്നതും ആ ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും. ഇത് വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് വളരെയധികം ശക്തിയുള്ളതാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് സമയമെടുക്കും, കാരണം നമ്മൾ പുതിയതായി ചെയ്യുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ ഇത് കൃത്യമായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. ഒന്ന് ചെയ്തു നോക്കൂ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് യാതൊരു ചിലവില്ല. നമ്മൾ പുതിയ പല കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഇന്നലെ പറഞ്ഞ നമ്മൾ എഴുതുന്ന 10 ഗ്രാറ്റിറ്റ്യൂഡും അതേപോലെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഈ പ്രാക്ടീസും തുടരുകയാണെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. 28 ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങും. ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് കിട്ടിയവരുണ്ട്. അപ്പോൾ നിങ്ങളത് തുടങ്ങും. ഇന്ന് തന്നെ ആ ഒരു തീരുമാനമെടുക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു വലിയ ഒരു ചേഞ്ചിന് വേണ്ടി, ആ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി അതെല്ലാം കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.